നമുക്കിന്നൊരു അയല കറി വെച്ചാലോ? അതിന് മെയിനായിട്ട് നമ്മളിവിടെ അയല എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കാന്താരി, അതുപോലെ തന്നെ തക്കാളി, ഉള്ളി എല്ലാം നമ്മളിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ആ മീനിലേക്ക് നമ്മൾ കുറച്ച് നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനാവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പുളിയും പുളിവെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കട്ടയായിട്ട് മുളക് പൊടി കിടക്കാൻ പാടില്ലേ. അപ്പം നന്നായിട്ട് ഇളക്കി നമ്മളത് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. അപ്പോൾ നമ്മളതൊരു 10-25 മിനിറ്റ് നേരം വേവിക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. നമ്മൾ ഇവിടെ മൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. മൂടി തുറന്ന് നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്ക് തിളച്ച് വെള്ളമൊക്കെ പറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായ ഒരു തേങ്ങ ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. ആ തേങ്ങ അരച്ച് ഇവിടെ ചേർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും കൂടെ മൂടി വെച്ചായിരുന്നു. അപ്പോൾ മൂട തുറന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് തേങ്ങ അരച്ചേക്കുന്നത്, ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി എല്ലാം ഇട്ടു, പച്ചമുളകും ഇട്ടു. അതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. അതും കുറച്ച് ഒന്ന് വെള്ളം പറ്റി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് വേറൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക്, അതുപോലെ തന്നെ ഉലുവ എന്നിവ പൊട്ടിക്കുക. നമ്മൾ എന്നിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കാന്താരി എന്നിവയെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് അതിൻ്റെ പച്ചമണവും അതിൻ്റെ ചുവയും ഇതെല്ലാം മാറുന്നോടം വരെ നന്നായിട്ട് വഴറ്റണം കേട്ടോ. നന്നായിട്ട് വഴറ്റി അത് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മല്ലിപ്പൊടി നമ്മുടെ പാകത്തിന് എന്തോരനുസരിച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതും ഒന്ന് മൂത്ത് മല്ലിപ്പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മീൻ കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ കറി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. ബൈ.